ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കഥ പറയാൻ പോവുകയാണ്. ഈ കഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ഒരു കഥയുടെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന കഥ തന്നെയാണ്. ലാസറിനെ യേശു കർത്താവ് ഉയർപ്പിച്ചു. എങ്ങനെയാണ് ഉയർപ്പിച്ചതെന്നുള്ളത് നമുക്കറിയാം. യേശു കർത്താവ് ലാസറിനെ തൻ്റെ ശക്തി കൊണ്ട് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ കഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ലാസർ എഴുന്നേറ്റതിന് ശേഷം, ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ഒരിക്കൽ യേശു കർത്താവ് ഈ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ പെസഹയ്ക്ക് മുന്നേ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടെ അവർക്ക് കഴിക്കാൻ വേണ്ടി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ അത്താഴം കഴിക്കാനും അല്ലെങ്കിൽ ആ പന്തിയിൽ ലാസറും ഉണ്ടായിരുന്നു. പക്ഷെ മാർത്ത മാത്രം യേശു കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മാർത്ത യേശു കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ മാർത്തയുടെ സഹോദരിയായ മറിയ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ കയ്യിൽ വലിയ വിലയുള്ള ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പെർഫ്യൂമൊക്കെ അടിക്കും അല്ലേ? നമ്മൾ എവിടെയെങ്കിലും വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെർഫ്യൂം അടിച്ച് നല്ല സ്മെല്ലൊക്കെ ആയിട്ട് പോകില്ലേ? അതാണ് പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇത്തിരി എടുത്ത് അടിച്ചാലേ ഭയങ്കരമായിട്ടുള്ള നല്ല സ്മെല്ല്, നല്ല മണം പെർഫ്യൂമിൽ വരും. അപ്പോൾ അതേപോലെ തന്നെ മറിയയുടെ കയ്യിൽ ഒരു നല്ല വിലപിടിപ്പുള്ള ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. മറിയ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയ വന്നിട്ട് ആ പെർഫ്യൂം അത് വന്നിട്ട് യേശു കർത്താവിൻ്റെ കാലിൽ പൂശി. എന്താണ് പൂശിയത്? ഈ പെർഫ്യൂം വന്നിട്ട് യേശു കർത്താവിൻ്റെ കാലിൽ പൂശി. മലയാളത്തിൽ അതിന് സ്വച്ഛ ജഡ മാംസ തൈലം എന്നാണ് പറയുന്നത്. അത് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയുള്ളതിനാണ് ഞാൻ പെർഫ്യൂം എന്ന് പറഞ്ഞത്. മക്കൾക്ക് സ്വച്ഛ ജഡ മാംസ തൈലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പാടായതുകൊണ്ടാണ് പെർഫ്യൂം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പെർഫ്യൂം വന്നിട്ട് മറിയ എന്ത് ചെയ്തു? യേശു കർത്താവിൻ്റെ കാലിൽ പൂശിയിട്ട് അവളുടെ മുടി കൊണ്ട്, നമ്മുടെ അമ്മമാർക്കെല്ലാം മുടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീട്ടുണ്ടാവും. നമുക്ക് ആൺപിള്ളേർക്ക് അങ്ങനെ നീട്ടമുള്ള മുടി ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ അമ്മമാർക്ക് നീട്ടമുള്ള മുടി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മറിയയ്ക്ക് നല്ല നീട്ടമുള്ള മുടി ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ ആ മുടി വെച്ചിട്ട് ഈ പെർഫ്യൂം നന്നായിട്ട് മറിയ തൻ്റെ തലമുടി കൊണ്ട് കാലെല്ലാം നന്നായിട്ട് തുടച്ചു. അത് തുടച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെർഫ്യൂമിന് ഭയങ്കര മണമായിരുന്നു. ഭയങ്കര വില കൂടിയ പെർഫ്യൂമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് ഭയങ്കര മണമായിരുന്നു. ആ മണം മൊത്തം അവിടെ ഉണ്ടായിരുന്ന ആ വീട് മൊത്തമായി. അതായത് വീട്ടിൽ വേറെ ഒരു മണമില്ല. നമ്മളിപ്പോൾ വീട്ടിലെല്ലാവരും കൂടെ കൂടി എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കുകയാണ്, ഇപ്പോൾ ഒരു ചിക്കൻ കറി വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മട്ടൻ കറി, മീൻ വറുക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീടിനകത്ത് ഭയങ്കര സ്മെല്ലുണ്ടാവും അല്ലേ? ബ്രൗണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലൊക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരു സ്മെല്ല് അവിടെ ഉണ്ടാവും. പക്ഷേ ആ സ്മെല്ലിനെ എല്ലാം അതിക്രമിച്ച് ആ സ്മെല്ലിനെ എല്ലാം അതിജീവിച്ച് അതിനേക്കാളും നല്ലൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് ആ വീട് മൊത്തമായി. അതിന് കാരണം എന്നായിരുന്നു? ഈ മറിയ വന്നിട്ട് ഈ പെർഫ്യൂം യേശു കർത്താവിൻ്റെ കാലിൽ പൂശിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അത് അത്ര വില പിടിച്ച പെർഫ്യൂമായിരുന്നു. വില പിടിച്ച പെർഫ്യൂം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ വന്നതിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യൻ്റെ പേരായിരുന്നു ഇസ്കരിയോത്ത യൂദ. യൂദ എന്നാണ് നമ്മൾ സാധാരണ ആ ശിഷ്യനെ പറയുന്നത്. ഈ ശിഷ്യൻ വന്നിട്ട് ഈ മറിയ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് അവനതത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ മറിയ ഇത്ര വിലപിടിപ്പുള്ള ഈ 300 വെള്ളിക്കാശുള്ള ഈ പെർഫ്യൂം വന്നിട്ട് യേശു കർത്താവിൻ്റെ കാലിൽ ഇങ്ങനെ പൂശിയത് യൂദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. യൂദ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൈലം 300 വെള്ളിക്കാശിൻ്റെയാണ്. ഇത് വിറ്റ് ആ തൈലം ഇങ്ങനെ ചെയ്യാണ്ട് ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ആയേനെ എന്നുള്ള നിലയ്ക്ക് ആര് പറഞ്ഞു? യൂദ പറഞ്ഞു. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂദയ്ക്ക് ദരിദ്രന്മാരെ കുറിച്ചുള്ള, ഈ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്, കാശ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെയാണ് നമ്മൾ സാധാരണ ദരിദ്രർ എന്ന് പറയുന്നത്. അപ്പം യൂദയ്ക്ക് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടൊന്നും യൂദ പറഞ്ഞതല്ല. യൂദയ്ക്ക് എന്തായിരുന്നു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിയ ഉപയോഗിച്ച ആ പെർഫ്യൂം അത് യൂദയ്ക്ക് വേണമായിരുന്നു. അവൻ്റെ കയ്യിലൊരു ബാഗുണ്ട്, ആ ബാഗിൽ ഈ പെർഫ്യൂം ഇട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിലായിരുന്നു യൂദ അങ്ങനെ പറഞ്ഞത്. അവനൊരു കള്ളനായിരുന്നു. ഇസ്കരിയോത്ത യൂദ എന്ന് പറയുന്ന ശിഷ്യൻ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കള്ളൻ എന്നറിയപ്പെടുന്ന ഒരു ശിഷ്യനാണ്. അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പണസഞ്ചിയുണ്ട്. ആ പണസഞ്ചിയിൽ ആണ് അവൻ്റെ ആഗ്രഹങ്ങൾ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ മറിയ വന്നിട്ട് മറിയയുടെ ജീവിതത്തിലുള്ള ഒരു നല്ല കാര്യം യേശു കർത്താവിനായിട്ട് കൊടുത്തു. പക്ഷേ അവളത് കൊടുക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. യേശു കർത്താവിന് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളതായിരുന്നു മറിയ ചിന്തിച്ചത്. പക്ഷേ യേശു കർത്താവിൻ്റെ കൂടെ ജീവിച്ച ശിഷ്യന്മാരിൽ ഒരാളായ യൂദയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈ യൂദേനെ പോലെയുള്ള ചിന്തകളുണ്ടാവും. ഏറ്റവും
നല്ലത് എനിക്ക് മാത്രം മതി എന്ന് നമ്മൾ ചിന്തിക്കും. ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോഴോ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുക്കുമ്പോഴും ഭയങ്കര വ്യത്യാസം നമ്മൾ കാണിക്കും. നമുക്ക് ഏറ്റവും നല്ലത് വെക്കും, മറ്റുള്ളവർക്ക് അവർക്ക് അത്ര നല്ലതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തിനാ നമ്മൾ നല്ലത് കൊടുക്കണേ, അവർക്ക് നമ്മൾ എന്തിനാ കൊടുക്കണേ എന്നാണ് മിക്കവാറും മക്കൾ ചിന്തിക്കുക. അങ്ങനെയല്ലേ ചിന്തിക്കുക? മക്കളുടെ കസിൻസ് വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ മക്കളുടെ ബ്ലഡ് റിലേഷൻസും കസിൻസും അങ്ങനെയുള്ളവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഫ്രണ്ട്സ് വീട്ടിൽ വന്ന മക്കൾ എന്താ ചിന്തിക്കുക? ഇതെൻ്റെ ടോയിയാണ്, ഞാൻ കൊടുക്കില്ല, അങ്ങനെയാണ്, എന്തിനാണ് ഞാൻ അവർക്കെല്ലാം എടുത്തു കൊടുക്കണേ, അതൊന്നും പറ്റില്ല എന്നുള്ളത് നമ്മൾ സാധാരണ പറയും. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് ചില സമയത്ത് ഈ യൂദയുടെ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം. മറിയ യേശു കർത്താവിന് അത് കൊടുത്തപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് മറിയ കൊടുത്തത്. അതേപോലെ നമ്മളും ആർക്കും എന്ത് കൊടുത്താലും നല്ലത് നമ്മൾ കൊടുക്കണം. നല്ലത് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സോടെ നല്ലത് കൊടുക്കുമ്പോൾ അത് കണക്കിടുന്നത് ദൈവമാണ്. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ബൈബിള് സാധാരണ പഠിക്കുമ്പോൾ, നമ്മൾ സാധാരണ ബൈബിളിലെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യണേ? നമ്മൾ വലിയ വാക്യമൊക്കെ പറയും, എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആർക്കെങ്കിലും കൊടുക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഏറ്റവും പിശുക്കി ഏറ്റവും കുറഞ്ഞ സാധനം അല്ലെങ്കിൽ കണ്ട തെറ്റ് പറയില്ലാത്ത രീതിക്കുള്ള സാധനമാണ് നമ്മൾ കൊടുക്കാറ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഏറ്റവും നല്ല സാധനം, നമ്മൾ മേടിക്കുന്നതിനേക്കാളും നല്ല ഒരു സാധനം നമ്മൾ വേറെ ആൾക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക, ദൈവം നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങൾ തരിക. അതുകൊണ്ട് മക്കളെന്ത് ചെയ്യണം? മറിയയെ പോലെ നല്ല അംശം ദൈവത്തിന് കൊടുക്കണം. യൂദേനെ പോലെ നമ്മളാവരുത്, കള്ളനാവരുത്, കള്ളം പറയരുത്. ഒപ്പം കാശിൽ ആഗ്രഹം വെക്കരുത്, പണത്തിൽ നമ്മൾ ആഗ്രഹം വെക്കരുത്. പണം ഇന്ന് വരും, നാളെ പോകും. നമ്മുടെ ആവശ്യത്തിനുള്ള പണം ദൈവം നമുക്ക് തരും. നമ്മളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നാളെ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. ദൈവം തക്ക സമയത്ത് അത് നടത്തി തരും. അപ്പം അതുകൊണ്ട് മക്കൾ എല്ലാവർക്കും എല്ലാം കൊടുക്കണം. അതായിരുന്നു ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത കഥയുമായിട്ട് വീണ്ടും ഒരു ദിവസം വരാം. ബൈ, ഗുഡ് നൈറ്റ്.